നിങ്ങൾക്കും മുമ്പുണ്ടായത് നിങ്ങളുടെ ബോധമാണെന്ന് വിശ്വസിക്കാനാകുമോ? ബോധമാണ് നമ്മുടെ സ്രോതസ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പറയുന്നത് ഇങ്ങനെയാണ്: കോൺഷ്യസ്നെസ് ഈസ് ദ സോഴ്സ് ഫ്രം വിച്ച് ഓൾ ഫോംസ്, ലൈഫ് ആൻഡ് ഓർഡർ എമേർജ്. മൂന്നാമത്തെ അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രകൃതി, സമഗ്ര നിലനിൽപ്പും നമ്മുടെ സ്ഥാനവും. അതില് പ്രകൃതിയുടെ പ്രാഥമിക രൂപമായ ബോധം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അതിൽ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. എന്താണ് പ്രകൃതിയുടെ പ്രാഥമിക രൂപം, എന്താണ് ബോധവും ഘടനയും തമ്മിലുള്ള ബന്ധം, ബോധം ക്രമമായും ജീവനായും ബുദ്ധിയായും പരിണമിക്കുന്നത് എങ്ങനെ. നമുക്കൊന്ന് പരിശോധിക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ ഇക്കോജൻസിസിലൂടെ കടന്നുപോയ ആളുകളിൽ പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതില്ലാത്ത ആളുകൾ കേൾക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ഇത് സംസാരിക്കുന്നത്. നമ്മൾ ആത്മത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ പ്രകടമായി വെളിയിൽ കാണുന്ന, നമ്മൾ നിർമ്മിച്ച ആത്മം, അതുപോലെ നമ്മൾ സ്വന്തമാക്കി വെച്ചിട്ടുള്ള ആത്മം, പിന്നെ നമ്മൾ സ്പർശിക്കുന്ന ആത്മം, ഈ കാര്യങ്ങളെല്ലാം വിട്ട് വീണ്ടും ഉള്ളിലേക്ക് പോകും. അതിന്റെ വിശിഷ്ടമായ, അതീതമായ ഒരു സ്വത്വത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അത് പ്രകൃതി നൽകിയ ഒരു രൂപഘടനയ്ക്കനുസരിച്ച് ആ ഒറിജിനലി മനസാക്ഷി എന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധ്യതയുള്ള പരമമായ ആത്മത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. നമ്മളിലെ പരമമായ ആത്മമാണ്, പ്രകൃതിയുടെ പരമമായ ആത്മമല്ല. അപ്പൊ അതിന്റെ ഒരു വിപുലപ്പെട്ട രൂപമായിട്ടുള്ള ഇക്കോസെൽഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെയെല്ലാം ആത്മത്തെ അറിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഞാൻ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് പ്രകൃതിയുടെ ഒരു വെളിപ്പെടുത്തലാണ് എന്നുള്ളത്. നമ്മൾ ഇന്നലെ അത് തന്നെയാണ് സംസാരിച്ചത്. പ്രകൃതിയുടെ വെളിപ്പെടലാണ് ഈ നമ്മുടെ ഇവിടെ കാണുന്ന രൂപങ്ങൾ എന്നുള്ളത്. അപ്പോ പ്രകൃതിയുടെ വെളിപ്പെടൽ എന്നുള്ളൊരവസ്ഥയിൽ എന്താണ് പ്രകൃതിയായി രൂപപ്പെട്ടത് എന്ന ഒരു കാര്യം നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇക്കോ സ്പിരിച്വാലിറ്റി അനുസരിച്ച് പലപ്പോഴും ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ആധുനിക ശാസ്ത്രം, ആധുനിക ക്വാണ്ടം ഭൗതികം ഒക്കെ അന്വേഷിച്ചെത്തിയിട്ട് ഇതിന്റെ ഒരു നമ്മൾ വിരൽ ചൂണ്ടുന്ന അതേ ദിശയ്ക്ക് വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ടത് ആവശ്യമുണ്ടോ എന്നൊരു മറുചോദ്യം ചോദിക്കാനാണുള്ളത്. അപ്പോ ആ ഇക്കോ സ്പിരിച്വാലിറ്റിയുടെ നമ്മളിൽ ഒരുപാട് പേർക്ക് ബോധ്യം വന്നിട്ടുള്ള ഒരു അവസ്ഥയുടെ എന്ന് വെച്ചാൽ, നമ്മളിൽ ഒരുപാട് പേർ എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ ചെയ്ത് ഈ വഴി യാത്ര ചെയ്യുന്ന ഒരുപാട് പേർക്ക് സ്വന്തം നിലയിൽ ബോധ്യം വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാണുന്ന പ്രകൃതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബോധമാണെന്ന്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു പഠന ശാഖ തന്നെയുണ്ട്. ആ ശാഖയുടെ പേര് ഇക്കോജൻസിസ് എന്നാണ്. ആ ഇക്കോജൻസിസ് അനുസരിച്ച് ബോധമാണ് അടിസ്ഥാനമായിട്ടുള്ളത്. ഇപ്പോ ഒരു രൂപത്തെ കാണുകയാണെങ്കിൽ ആ രൂപത്തിന് നിദാനമാകുന്നത് അതിന്റെ ബോധമാണ് എന്നുള്ളതാണ്. അത് അഹം എന്ന രീതിയിലുള്ള ഒരു ബോധമായിട്ട് അറിയുന്നതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ബോധം എന്ന് പറയുന്നത്. ഇപ്പൊ നിനക്ക് ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു, ഞാൻ പോകുന്ന വഴിക്ക് ഒരു തടസ്സമുണ്ട്, അപ്പൊ അതിന് ഞാൻ വഴിമാറിപ്പോണം എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഞാനിന്റെ ബോധത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ബോധം എന്ന രീതിയിൽ പറയുന്നത്. ആ ബോധമാണോ നമ്മൾ ഈ പറയുന്ന അടിസ്ഥാന ബോധം എന്ന് പറയുന്നത്? ആ ബോധം തന്നെയാണ്. പക്ഷേ ഞാൻ എന്നുള്ള രൂപം കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ ബോധം എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ബോധത്തെക്കുറിച്ച് ഒളിമ്പസിന്റെ ഇക്കോജൻസിസ് പറയുന്ന നിർവചനം എങ്ങനെയാണ്? വാട്ട് ഈസ് ദാറ്റ് ഈസ് ദാറ്റ്. എന്താണോ അതാണ് അത് എന്നുള്ളത്. അപ്പൊ എന്തായിരിക്കുന്നുവോ അതെന്തെല്ലാമായിരിക്കുന്നുവോ, ആ എന്തെല്ലാമായിരിക്കുന്ന ആ ഒന്ന്, അതായത് കാര്യം വരണം, കാരണം വരണം, ലക്ഷ്യം വരണം, മാർഗം വരണം, അതിന് നടപ്പിലാക്കാനുള്ള ഒരു ഘടന വരണം, ആ ഘടനയെ രൂപപ്പെടുത്താനുള്ള സംഘാടനം വരണം, ആ ഘടനയെ നിലനിർത്തി മുൻപോട്ട് പോകുന്ന
മനോപശ്ചാത്തലം, ധർമ്മ നിർവഹണ സംവിധാനം വരണം, അത് എവിടെ കൊണ്ടുപോകണം എന്ന് അറിയിക്കാനുള്ള അനുരൂപണ സംവിധാനം വേണം. ഇങ്ങനെ നമ്മൾക്ക് ഇന്ന് മനസ്സിലാകുന്ന ഒരു സത്തയുടെ ഘടകങ്ങൾ എന്ന് മനസ്സിലാകുന്ന എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ഈ ബോധത്തിന്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങളാണ്. അവിടെ എല്ലാം ബോധം പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പോ അവിടെ എല്ലാം പ്രവർത്തിക്കുന്ന, എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ബോധം, ഇപ്പൊ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അവിടെയും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉണർന്ന് ഞാനെന്ന് ചിന്തിക്കുന്നില്ല, പക്ഷെ എന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ അത് സ്വയം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ ആ ബോധമുണ്ട്. അപ്പോ ഈ രൂപത്തെ രൂപപ്പെടുത്തുന്ന, അതിന് കാരണമാകുന്ന ഒരു ബോധമുണ്ടായിരിക്കില്ലേ? അതായത് നമ്മളായി രൂപപ്പെട്ടതിനും ശേഷമുള്ള ബോധത്തെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് ഇതേ ബോധം തന്നെ ഉണ്ടാവില്ലേ? ഏതുപോലെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ടല്ലോ, കായലിലെ ചീനവല. കായല് മുഴുവൻ പരന്നു കിടക്കുന്നു. ആ കായലിലെ ഒരു ഭാഗത്ത് മീൻ പിടിക്കാനായിട്ട് ചീനവല ഉപയോഗിക്കുന്നു. ആ ചീനവല ഇരിക്കുന്ന ഇടത്തേക്ക് മറ്റു വാഹനങ്ങളോ മറ്റുള്ളവയോ കടന്നു കയറാതിരിക്കാനായിട്ട്, അത് ബോട്ടുകളൊന്നും വന്ന് കയറി വരാതിരിക്കാനായിട്ട് അവിടെ ഈ വലയുടെ ആ ഒരു പരിധിയുടെ അളവ് കണ്ടിട്ട് അവിടെ ഇങ്ങനെ തെങ്ങിന്റെ കുറ്റികൾ അടിച്ചു വെക്കും. അപ്പൊ അതിന്റെ പുറത്തും അകത്തും വെള്ളം തന്നെയാണ്, കായൽ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഫങ്ഷൻസ് നടക്കുന്നത് ഇതിനകത്താണ്. അപ്പൊ ഇതേ രീതിയിൽ നാം ഉണ്ടാകുന്ന ഒരു കാലത്തിന് മുമ്പ് നിലവിലുള്ള കായൽ എന്നും നിലനിൽക്കുന്നു എന്നതുപോലെ, ഈ ചീനവല ഉണ്ടാക്കിയ ശേഷമല്ല കായലുണ്ടായത്, കായലുണ്ട്. അപ്പൊ അതുപോലെ പരമമായ ഒരു ബോധം എല്ലായിടത്തും പരന്നു കിടക്കുന്നു എന്നും അവിടെ ഞാൻ എന്ന വേലിക്കകത്തുള്ള ബോധത്തെയാണ് ഞാൻ ബോധം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. അത് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദീകരണം ഇക്കോജെനിസിസിലുണ്ട്. ഞാൻ ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം. അപ്പോ ദൃശ്യരൂപങ്ങൾക്ക് നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള സ്പർശനീയമായ ഞാനുണ്ടല്ലോ, സ്പർശനീയമായ ഞാനുകൾക്കും മുമ്പ് ഉണ്ടായ ഒരു അവബോധം, സ്പർശനീയമായ ഈ ഞാൻ ഇങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിച്ച ഒന്നുണ്ടല്ലോ, ആ ഞാനിനെയാണ് നമ്മളിവിടെ ബോധം എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ മതവിശ്വാസികൾക്ക് അതിനെ ദൈവം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിളിക്കാം, പ്രകൃതി ശക്തി എന്ന് വിളിക്കാം, പല പേരിട്ട് പലരും വിളിക്കുന്നുണ്ട്. നമ്മളിവിടെ അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫോമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ദൃശ്യരൂപങ്ങൾക്ക് മുമ്പ് ഉണ്ടാകുന്ന ഒരു അവബോധമുണ്ട്. അതായത് നമ്മുടെ ശരീരം മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പുണ്ടായ ഒരു ബോധം. ആ ബോധമാണ് എല്ലാമായിരിക്കുന്ന ആ ബോധമാണ് വസ്തുവായും ദ്രവ്യമായും പശ്ചാത്തലമായും സംഭവമായും പ്രവർത്തനങ്ങളായും എവിടെ പ്രവർത്തിക്കണമെന്നുള്ള വിവേചനമായും അത് പ്രവർത്തിപ്പിക്കാനുള്ള ശക്തിയായും എല്ലാം നിലനിൽക്കുന്ന ആ ഒന്നിന് ആധാരമാകുന്ന ഒന്നുണ്ടല്ലോ, അതാണ് ഈ നമ്മളിവിടെ പറയുന്ന പരമമായ ബോധം എന്ന് പറയുന്നത്. അപ്പോ ബോധം ഒരു സത്തയിലുണ്ട് എന്ന് പറയുമ്പോൾ സത്തയുടെ ഘടനയ്ക്കനുസരിച്ച്, സത്തയുടെ ശരീരത്തിനനുസരിച്ച്, ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചാണ് നിങ്ങളുടെ ബോധം എന്ന് പറയുന്നു. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഈ ബോധം ആക്റ്റീവാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം സ്പന്ദിക്കുന്നത്, നിങ്ങളുടെ കരൾ പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ കുടൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ കോമയിലായി പോയാലും അപ്പോഴും പ്രവർത്തിപ്പിക്കുന്നത് ഈ ബോധത്തിന്റെ തന്നെ ഒരംശം, ഒരു ഭാഗം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഉണർന്നിരിക്കുന്നില്ല, പക്ഷെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ബോധത്തിന്റെ തന്നെ വിവിധ തലങ്ങളുണ്ട്. ഇപ്പോ സത്താബോധം എന്ന് പറയുന്നത്, സത്തയുടെ ജാഗ്രത് ബോധം എന്ന് പറയുന്ന ഒരവസ്ഥ. ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജാഗ്രതയിലായി എല്ലാത്തിനെയും കണ്ടും കേട്ടും മനസ്സിലാക്കുന്നതെങ്കിൽ, അതല്ലാതെ നമ്മുടെ സ്മൃതികളിൽ ഊറിക്കൂടിയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ധാരണകളിലുള്ള കാര്യങ്ങളെല്ലാം എടുത്തു പ്രവർത്തിപ്പിക്കുന്നതാണ് ഉപബോധം എന്ന് പറയുന്നത്. അതിന് അപ്പൊ അകത്ത് ശീലനം കൊണ്ട്, ശിക്ഷണം കൊണ്ട് നമ്മൾ നേടിയ കാര്യങ്ങളെയാണ് നമ്മൾ ശിക്ഷിതാവബോധം എന്ന് പറയുന്നത്. അതുമല്ലാതെ ശരീരം ആ സമയത്ത് എന്ത് ചെയ്യണം, ഇപ്പൊ പൊള്ളലേറ്റാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ശ്വാസത്തിന് ചൂട് കൂടിയാൽ എന്ത് ചെയ്യണം, ചൂട് കുറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാതെ, നമ്മൾ ചിന്തിക്കാതെ, നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ നടത്തം നടക്കുന്നതിനെയാണ് സഹജാവബോധം എന്ന് പറയുക. അങ്ങനെ ഈ അവബോധങ്ങൾ നമ്മുടെ ഈ രൂപം ഉണ്ടാകുന്നതിന് മുമ്പേ, ഈ ഘടന ഉണ്ടാകുന്നതിന് മുമ്പേ ബോധം അവിടെ ഉണ്ടാകുന്നുണ്ട്, ബോധം നിലനിൽക്കുന്നുണ്ട്. ബോധമാണ് ഘടന നൽകുന്നതും ഘടനയെ പ്രവർത്തിപ്പിക്കുന്നതും ഘടനയെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതും ആ ദിശാബോധം നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഘടന എന്ന് പറയുന്നത് തന്നെ ബോധത്തിന്റെ പ്രകടനമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.
അത് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ലാത്തതുകൊണ്ട്, സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പൂർണ്ണമായിട്ട് കടക്കുന്നില്ല. സൂചിപ്പിച്ച് മാത്രമേ പോകുന്നുള്ളൂ. അത് പഠനം ആവശ്യമുള്ളവർക്ക് ഇക്കോജെനസിസ് എന്ന നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്താൽ കാണും ഇക്കോജെനസിസ്. അതിനകത്ത് കയറി നോക്കിയാൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെർഷൻ ഉണ്ട്. അത് തന്നെ പല രൂപത്തിൽ, പല ഘട്ടങ്ങളിൽ, പല കാലങ്ങളിൽ നമ്മൾ അവതരിപ്പിച്ച ക്ലാസ്സുകളുണ്ട് അതിനെക്കുറിച്ച്. അപ്പോ ഈ ഘടന എന്ന് പറയുന്നത്, നമ്മളൊരു സത്തയെ കാണുന്നത്, ഇപ്പൊ നിങ്ങളെ ഞാൻ കാണുന്നത് നിങ്ങളുടെ ശരീരം വെച്ചിട്ടാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ എന്ത് ഗുണമുണ്ട് എന്നുള്ളതൊന്നും ആ ഘടന നോക്കിയാൽ മനസ്സിലാവില്ല. പക്ഷെ ഘടന എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ശേഷിക്കനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതിനനുസരിച്ച് ഒരു ഘടനയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് നിങ്ങൾ ചിന്തിച്ച് വശായി, നിങ്ങൾക്ക് മെലിഞ്ഞൊട്ടിയ ഒരു ശരീരമാണുള്ളത്, ദുർബലമായിട്ടുള്ള മസിലുകളാണുള്ളത്. ആ സമയത്ത് നിങ്ങൾ ഒരു ഫയൽവാനെ പോലെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് വിഭാവനം ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. ചിന്തിക്കാം, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആയിത്തീരണമെന്നുള്ളത് വിഭാവനം ചെയ്യാം, പക്ഷെ നടക്കില്ല. വിഭാവനം ചെയ്താൽ പതുക്കെ ശരീരം ആ ഒരു രീതിയിലേക്ക് മാറിത്തീരുമെന്നുള്ളതുണ്ട്. അപ്പോ നമ്മൾ വിഭാവനം ചെയ്തു കഴിഞ്ഞാൽ ശരീരമോ ചുറ്റുപാടോ അതിനനുസരിച്ച് ആയിത്തീരുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, നമ്മളുടെ ചിന്ത എവിടെ ഉണ്ടാവുന്നത്? ബോധത്തിലാണ്. ആ ചിന്ത എന്നുള്ളത് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഈ പരിവർത്തനം അല്ലെങ്കിൽ ഈ പരിണാമം ഉണ്ടായി നമ്മൾ അതായിത്തീരും. പിന്നീട് ഒറ്റയടിക്ക് മാറുകയില്ല, സ്വിച്ച് ഓൺ ചെയ്ത പോലെ മാറുകയില്ല. അപ്പോ ബോധം എന്താണോ കൊണ്ടു നടക്കുന്നത്, ആ ബോധമാണ് പിന്നീട് ഈ ശരീരത്തിന്റെ ഘടനയായി മാറുന്നത്, ശരീരത്തിന്റെ പരിണാമമായി മാറുന്നത്. ഈ ബോധമില്ലാതെ ഒരു ക്രമവും രൂപവും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ബോധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ ക്രമം എന്നുള്ളത് ഉണ്ടാകേണ്ടി വരും. അതായത് ഇത് വേണം, അത് വേണം, ഇന്നത് വേണം എന്ന രീതിയിൽ ഒരു ഡെഫിനിഷൻ ഉണ്ടാവുമല്ലോ. ബോധത്തിന്റെ ഒരു ആവശ്യം വരുമ്പോൾ ആ ആവശ്യത്തിനനുസരിച്ച് ഒരു ഡെഫിനിഷൻ ഉണ്ടാവും. ആ ഡെഫിനിഷനാണ് ഈ ക്രമത്തെ സൃഷ്ടിക്കുന്നത്. ആവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ചെറിയ പോയിന്റ് കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. അതായത് ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സൗകര്യപ്രദമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാണ് ബോധം എപ്പോഴും ശ്രമിക്കുക. ബോധത്തിന്റെ കൺവീനിയൻസിലാണ് നിൽക്കുന്നത്. വർത്തമാന സ്ഥിതിയിൽ നിന്നും ഇനി ചെല്ലേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്കുള്ള ഒരു പരിണാമത്തെയാണ് ബോധം എപ്പോഴും വെളിപ്പെടുത്തുന്നത്. ഇപ്പോഴുള്ള സ്ഥിതിയിൽ തന്നെ ആയിരിക്കാൻ ബോധം വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കും. അതിനെ സ്ത്രൈണത എന്നാണ് പറയുക. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറി മറ്റൊന്നായി തീരാൻ ബോധം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ശ്രമത്തെയാണ് പൗരുഷം എന്ന് പറയുക, ശക്തി ശിവം എന്ന് പറയാം, പ്രകൃതി പുരുഷം എന്ന് പറയാം. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത പേര് ഇട്ടിട്ട് ഈ ധ്രുവതയെ, പോളുകളെ, ഈ പൊളാരിറ്റിയെ നമുക്ക് സൂചിപ്പിക്കാം. അപ്പോ ഇതിൽ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും ഇനി ആയിത്തീരേണ്ട അവസ്ഥ എന്നുള്ള 2 പോയിന്റുകൾ നമുക്ക് കിട്ടി. ഈ 2 പോയിന്റുകൾക്കിടയിൽ ഓരോ ഘട്ടങ്ങളും എന്തൊക്കെയാണ് എന്ന് വിഭാവനം ചെയ്യാൻ നമുക്ക് ആവുന്ന സമയത്താണ് ബോധം ഈ ഒരു ഒഴുക്കിലൂടെ രൂപം കൈക്കൊള്ളുന്നതും ഘടന കൈക്കൊള്ളുന്നതും ഘടനയിൽ പരിണാമം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഉണ്ടാവുന്ന ഈ 2 പോയിന്റുകളുടെ ഒരു ക്രമമാണ്. ആ 2 പോയിന്റുകളുടെ ക്രമം ഫിക്സ് ചെയ്തും അതിനിടയിലുള്ള പല 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 പോയിന്റുകളും ഈ പരിണാമത്തിന്റെ പല ഘട്ടങ്ങളും പല മൈൽക്കുറ്റികളെയും അത് മാർക്ക് ചെയ്യും. അങ്ങനെയാണ് ഒരു ക്രമം സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ബോധം ആദ്യം ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റിലാണ് ഈ പറയുന്നത് കേട്ടോ. ഇതല്ല അതിന്റെ ശരിയായിട്ടുള്ള രൂപം, അത് പിന്നീട് നമുക്ക് പഠിക്കാം. ഇപ്പോ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഈ ക്രമം എന്നുള്ളത്, ജീവിതത്തിന്റെ ഒരു ക്രമം, ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ക്രമം സൃഷ്ടിക്കുന്നത് ബോധമാണ്. ആ ക്രമം ഉണ്ടായിക്കഴിയുമ്പോൾ ഇത് അത്തരത്തിൽ രൂപപ്പെട്ടു വരേണ്ടതുണ്ട് എന്ന രീതിയിൽ പിന്നെ ബോധം സൃഷ്ടിക്കുന്നതാണ് ജീവൻ എന്ന് പറയുന്നത്. ജീവന്റെ ഒരു തിരിയിൽ തന്നെ പല രൂപങ്ങളുണ്ട്. അതായത് ഈ ക്രമം സൃഷ്ടിക്കാൻ പാകത്തിൽ ക്രമം ആദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രമത്തിനനുസരിച്ച് ഒരു നിർവചനം വരും. ആ നിർവചനം, അതിന്റെ പരിധി നിശ്ചയിക്കുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം ചേർന്നിട്ട് അഹം രൂപപ്പെടുന്നത്. സ്ഥിരം ക്ലാസ്സുകൾ കേൾക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും, പുതുതായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. കാര്യം എന്താ വെച്ചാൽ ഇത് വിശദീകരിക്കണമെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ പറയേണ്ടി വരും. എന്താണെങ്കിലും മനസ്സിലാക്കുക, ജീവൻ, അതായത് ബോധം ജീവനെ ഉരുവാക്കുന്നതിന് മുമ്പ് ആദ്യമേ ഉരുവാക്കുന്നത് ബോധത്തിന്റെ തന്നെ ഒരു പരിധി നിർണയമായിട്ടുള്ള അഹം ഉരുവാകുന്നു എന്നുള്ളതാണ്. ഈ അഹമാണ് പിന്നീട് ഈ സ്വയം പ്രവർത്തന ചുമതല ഏറ്റെടുക്കുന്നത്. ആ സ്വയം പ്രവർത്തന ചുമതലയാണ് ജീവൻ എന്ന് പറയുന്നത്.
അപ്പോ അതെന്താണ്? ആദ്യത്തെ ബോധം തന്നെയാണ്. ബോധം ഒരു ക്രമമുണ്ടാക്കി ആ ക്രമത്തിനകത്ത് ജീവൻ എന്നുള്ള ഒരു സ്വയം നിർദ്ധാരണ സംവിധാനം ഉണ്ടാക്കി. ഇനി അത് എങ്ങോട്ട് പോകണം, എപ്പോൾ പോകണം, ഏത് വിധത്തിൽ പോകണം, എവിടേക്ക് പോകണം, എത്രത്തോളം പോകണം എന്നുള്ള കാര്യങ്ങളുടെ ഒരു നിർണയമാണ് ഇനി വരുന്നത്. അതിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുക. ഇനിയും ഈ പറഞ്ഞ മൂന്നെണ്ണം അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ഒന്ന് ക്രമമുണ്ടാക്കും, ഒന്ന് ജീവൻ ഉണ്ടാക്കും, പിന്നെ ഒന്ന് ബുദ്ധി ഉണ്ടാക്കും. ബോധത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെയാണ് പരിണമിച്ചു വരുന്നത്. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 3 ഘട്ടങ്ങൾ പറഞ്ഞത്. 3 അല്ല 30 ഘട്ടങ്ങളുണ്ട്. അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പോ ആദ്യം ഇതിനൊരു ക്രമം ഉണ്ടാവുന്നു, എന്നുവെച്ചാൽ ഒരു ഓർഡർ ഉണ്ടാവുന്നു. അതിനനുസരിച്ച് ഇതിന് ഒരു ജീവിതം ഉണ്ടാകുന്നു. ആ ജീവിതത്തിനനുസരിച്ച് ഇന്ന് വെളിപ്പെടുന്ന നമ്മുടെ ബുദ്ധി ഉണ്ടാകുന്നു. ആ ബുദ്ധിയൊക്കെയാണ് പലപ്പോഴും നമ്മൾ ബോധം എന്നൊക്കെ പറയുന്നത്, സത്തയുടെ ബോധം എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ബോധം റൈസപ്പ് ചെയ്തു വരുന്നത്. അപ്പോ ബോധം ആദ്യം ബോധമായിട്ട് നിൽക്കുന്നു, അത് രൂപമായിട്ട് മാറുന്നു. ബോധം എന്താണോ കൽപ്പിക്കുന്നത് അതനുസരിച്ച് രൂപമായിട്ട് മാറുന്നു. രൂപം എങ്ങനെയുണ്ടായോ അത് ഇനി അത് അർത്ഥിക്കുന്ന ബോധം അപ്പോൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രത്യാശിക്കുന്ന അടുത്തൊരു ഘട്ടത്തിലേക്ക് പിന്നീട് പോകും. അവിടെ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകും. ഇങ്ങനെ അത് പരിണമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു രൂപത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ബോധമാണ്. ബോധത്തിന്റെ ഒരു തട്ടകത്തിലാണ് അത് ഉത്ഭവിക്കുന്നത്. ബോധം തന്നെയാണ് അത്തരത്തിലായിത്തീരുന്നത്. അപ്പോ നമ്മുടെ ബോധമാണ് സ്രോതസ് എന്നൊരു കാര്യം ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന സർവഘടനകളും സർവപ്രവർത്തനങ്ങളും സർവ വസ്തുക്കളും സർവ സംവിധാനങ്ങളും ഈ ബോധത്തിന്റെ തന്നെ പ്രകടനങ്ങളാണ്. ആ ബോധം ആണ് എന്ന് നമുക്ക് തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് നമുക്ക് ഈ ബോധവുമായിട്ട് ഇടപെടാൻ കഴിയുക. അപ്പോ നമ്മൾ ഇവിടെ സംസാരിച്ച കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിയുടെ പ്രാഥമിക രൂപം. എന്താണ് പ്രകൃതിയുടെ പ്രാഥമിക രൂപം എന്ന് പറയുന്നത്? അത് ബോധമാണ്. എന്താണ് ബോധവും ഘടനയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ, ബോധം എന്ത് പ്രത്യാശിക്കുന്നുവോ അതിനനുസരിച്ച് ഒരു ഘടനയാണ് കൈവരിക. ബോധം ക്രമമായും ജീവനായും ബുദ്ധിയായും പരിണമിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ബോധം അതിന്റെ കൺവീനിയൻസിലേക്ക് പോകാൻ വേണ്ടി 2 ബിന്ദുക്കളെ അത് രേഖപ്പെടുത്തും. നിലവിലുള്ള അവസ്ഥയും ചെന്നെത്തേണ്ടുന്ന അവസ്ഥയും 2 ബിന്ദുക്കളെ രേഖപ്പെടുത്തും. പിന്നീട് ആ ഒരു ആ ഒരു 2 ബിന്ദുക്കളെ തമ്മിലുള്ള ബന്ധിപ്പിക്കലിന് വേണ്ടി കണ്ടെത്തുന്ന ഒരു ക്രമമുണ്ട്. ആ ക്രമം ആണ് പിന്നീട് രൂപമായിട്ട് രൂപപ്പെടുത്തുക. ആ രൂപപ്പെടുത്തുന്നതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നതിന്റെ പേര് ജീവൻ എന്നാണ്. ആ ജീവൻ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി മുൻപോട്ട് പോകുമ്പോൾ എങ്ങനെ, എന്ത്, എത്ര എന്നൊക്കെയുള്ള തിരിച്ചറിവിലേക്ക് കൊണ്ടുവരും. അതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഇങ്ങനെ വിവിധ ക്രമങ്ങളിലൂടെ, ആ ക്രമങ്ങളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, ബോധം, ഇൻകൺവീനിയൻസ്, ബോധത്തിന്റെ നിലവിലുള്ള അവസ്ഥ എന്താണോ ആ അവസ്ഥയ്ക്ക് ഒരു ഇൻകൺവീനിയൻസ് വരുന്നു, വർത്തമാന സ്ഥിതി. അപ്പോ അത് ബോധം ഇതിനെല്ലാം ചിന്തിക്കാൻ ശേഷിയുള്ളതായതുകൊണ്ട് അതിന്റെ ഒരു പ്രത്യാശാപൂർണമായിട്ടുള്ള ഒരു ഭാവിയെ അല്ലെങ്കിൽ ഒരു ഇടത്തെ അത് പ്രതീക്ഷിക്കും. അതിനെ ആസ്പയർഡ് പോയിന്റ് എന്ന് പറയുക, ആസ്പിറേഷൻ പോയിന്റ് എന്ന് പറയുക. അപ്പോ കറന്റ് പോയിന്റിൽ നിന്നും ആസ്പിറേഷൻ പോയിന്റിലേക്കുള്ള ഒരു വികാസം ഉണ്ടാകുന്നു. അപ്പൊ അവിടേക്ക് ചെല്ലുവാനുള്ള ഒരു ടെൻഡൻസി, ആക്കം അതിനുണ്ടായി വരുന്നു. ആ ടെൻഡൻസി കൊണ്ട് അവിടെ ഒരു ആന്തോലനം ഉണ്ടാകുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന രീതിയിൽ ആന്തോലനം ഉണ്ടാകുന്നു. ഈ ആന്തോലനം എന്നുള്ളത് ഒരു മണ്ഡലത്തെ രൂപീകരിക്കുന്നു, അല്ല ഒരു വിന്യാസത്തെ രൂപീകരിക്കുന്നു. ആ വിന്യാസം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സാധാരണ തിയറിയിലൊക്കെ മെമ്പറൈൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതാണ് സ്ട്രിംഗ് തിയറിയിലൊക്കെ പറയുന്നത്. അത് ഒരു മണ്ഡലമായി മാറുന്നു. ഈ മണ്ഡലമാണ് പിന്നെ ദ്രവ്യമായി മാറുന്നത്. ഇതിന്റെ ഇടയിൽ പിന്നെയും ഘട്ടങ്ങളുണ്ട്, അവിടെ പ്രജ്ഞയൊക്കെ ഉണ്ടായി വരുന്ന ഘട്ടങ്ങളുണ്ട്. ആ മണ്ഡലമാണ് പിന്നെ ദ്രവ്യമായി മാറുന്നത്. ആ മണ്ഡലം എത്തിക്കഴിയുമ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കുക, പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഊർജ്ജം എന്നിട്ടുണ്ട്. ഊർജ്ജം പിന്നീട് ക്വാക്കുകളായിട്ട്, ആ ക്വാക്കുകൾ പിന്നെ സബാറ്റോമിക കണങ്ങളായിട്ട്, പിന്നെ ആറ്റങ്ങളായിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മൾ ആരും ഇതൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് പല രീതിയിൽ ഇതിനെ സമീപിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബോധ്യം. അപ്പോ ഈ വിധത്തില് പ്രകൃതിയെ ആയി നമ്മൾ ഇവിടെ രൂപപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബോധമാണ്.
രൂപം രൂപപ്പെടുന്നതിന് മുമ്പ് ബോധമുണ്ട്. അല്ല, രൂപം കൊണ്ട് ബോധം വന്നു എന്ന് പറയുന്നത് കേവല ഭൗതികമായിട്ടുള്ള ഒരു വീക്ഷണം മാത്രമാണ്. ബോധം ആണ് രൂപത്തെ ക്രമീകരിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ബോധമാണ് പ്രകൃതിയുടെ അടിസ്ഥാനം. നമ്മൾ ഇന്ന് കാണുന്ന ഘടന, രൂപം, പ്രവർത്തനം തുടങ്ങിയതെല്ലാം തന്നെ ബോധത്തിന്റെ പ്രകടനങ്ങളാണ്. ബോധമില്ലാതെ ജീവനില്ല, ക്രമവുമില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന സർവ്വതിന്റെയും പിന്നാമ്പുറം, ആദ്യ ദ്രവ്യം എന്ന് പറയുന്നത് ബോധമാണ് എന്ന് ബോധ്യപ്പെടുക. ഇവിടെ നിന്ന് വേണം പ്രകൃതിയുടെ അടിസ്ഥാന സ്ഥാനങ്ങളെക്കുറിച്ച്, നമ്മൾ നിൽക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ. ഈ ഒരു ബോധ്യത്തിൽ നിങ്ങൾ ഇന്ന് ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം നാളെ അടുത്ത വിഷയങ്ങളിലേക്ക് പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.